പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ അഡീനിയം ചെടികളെ കുറിച്ചാണ് കേട്ടോ. അഡീനിയം ചെടി നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു എക്സ്പെൻസീവ് പിടിച്ചൊരു ചെടിയാണ്. അതിൻ്റെ പ്ലാന്റിനൊക്കെ നല്ല വില കൂടുതലാണ്. ഇത് നമുക്ക് ബോൺസായി രൂപത്തിലാണ് നമുക്ക് ഈ ചെടികൾ വലുതാവും തോറും നമുക്ക് കിട്ടുക. നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടാവും, കായകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ കായകളെടുത്തിട്ടാണ് ഇതിൻ്റെ ഈ ചെടികൾ നമ്മൾ പുതിയ തൈകൾ നമ്മൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ അടുത്തൊരു ഒരുപാട് വെറൈറ്റി കളറുകളുണ്ട് കേട്ടോ. ഒരു 8-10 കളറ് അഡീനിയം ചെടികൾ നമ്മളെ വീട്ടിലുണ്ട്. ഇതൊക്കെ പല വിധ കളറുകളാണ് കേട്ടോ. ഇതിലൊക്കെ മുട്ട് വരുന്നുള്ളൂ. ഇതൊക്കെ നല്ല മുട്ടുകളായിട്ട് വരുന്നുണ്ട്. അതൊക്കെ നല്ല നിറയെ മുട്ടുകളുണ്ട്. ഇതെല്ലാം നല്ല പുതിയ മുട്ടുകൾ. വേറെ റെഡ് കളറാണ് കേട്ടോ. നല്ല കളറുണ്ട്. അതുമാതിരി തന്നെ ഇതൊക്കെ നല്ല കളറാണിത്. നമ്മളടുത്ത് വെള്ള, പിങ്ക്, റെഡ്, പല കളറുകളുള്ള അഡീനിയുണ്ട്. ഇതിൻ്റെ കളറൊരു ചെടീൻ്റെ വലുപ്പത്തിനൊക്കെ അനുസരിച്ചാണ് ഇതിൻ്റെ വിലയിൽ വരുന്ന വേരിയേഷനാണ് കേട്ടോ. ഇത് നമുക്ക് വളർത്തിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ നനയും പരിചരണമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് മഴ കൊള്ളാൻ പാടില്ല, വെള്ളം കയറാൻ പാടില്ല, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഈ ചെടീന് ഉണ്ട്. നമുക്ക് ഈ ചെടി ഇതിൻ്റെ മുന്നേ ഞാൻ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിന്മേൽ നിറയെ പൂവുണ്ടായിട്ടുണ്ട്. ഇതിന്മേൽ കായുണ്ടോ? ഇതിൻ്റെ കായാണ് ഈ ബീൻസ് പോലെ വലുതായിട്ട് നിൽക്കുന്നത്. ഇതിനപ്പുറത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഒക്കെ നല്ല പൂവ് പുതിയതായിട്ട് വരുന്നുണ്ട് കേട്ടോ. പുതിയ പൂക്കൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇതിൻ്റെ അടിഭാഗം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം വളർച്ച. ഇതൊക്കെ 8-10 വർഷമായ ചെടികളാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ 4-5 വർഷമായ ചെടികളാണ്. ഇതൊക്കെ വിപണിയിൽ ഭയങ്കര വിലയാണ് മാർക്കറ്റിലൊക്കെ. ഈ ചെടി കമ്പ് നട്ടുന്നത് വളർത്തട്ടോ. പക്ഷെ കമ്പ് നട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഇതിപ്പോൾ കണ്ടോ, ഇത് വെറും ഒരു കൊള്ളി നമ്മളൊരു ചെടീൻ്റെ ഒരു കമ്പ് നട്ട് ഉണ്ടാക്കിയ മാതിരിയല്ലേ. ഞാനിതിങ്ങനെ വളച്ച് കൊടുത്താണ് കേട്ടോ. ഇവിടെ അങ്ങനെ വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു മോഡലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇത് നമ്മൾ കമ്പ് നട്ടാൽ ഈ ചെടി ഇങ്ങനെ വലുതാവുക. അതേസമയം നമ്മൾ ഇതിൻ്റെ ഷീഡ് നട്ടുകാണ്ട് ഉണ്ടാക്കുന്ന ചെടീൻ്റെ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം കണ്ടോ. ഇതിൻ്റെ ഈ അടിഭാഗം നല്ല ഉണ്ട ഷേപ്പിൽ, ബോൺസായി ഷേപ്പിൽ ഉണ്ടാവണമെങ്കിൽ നമ്മളിതിൻ്റെ സീഡ് മാത്രം നട്ടിട്ട് ഉണ്ടാക്കണം. കുരു നട്ടാൽ ഈ ടൈപ്പിലായിട്ട് നമുക്ക് ഈ ചെടി വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, നമ്മൾ കൊമ്പ് നട്ടാൽ ഇത് ഉണ്ടാവും, അത് പെട്ടെന്ന് പിടിക്കണമാണ്. നമ്മൾ വെറും മണലിൽ ചാണകപ്പൊടി ഇട്ടിട്ട് നമ്മളിത് നല്ല നനച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പെട്ടെന്ന് വേര് പിടിക്കും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം നമുക്ക് ഇതുപോലുള്ള ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഈ കട കണ്ടോ, നല്ല വലുപ്പത്തിൽ നല്ല വണ്ണത്തിൽ ഇങ്ങനെ ഉണ്ടായി. ഇനി അവിടെയൊക്കെ പുതിയ വേര് വന്നിട്ട് ഒരു നല്ലൊരു ബോൺസായി ടൈപ്പിൽ നമുക്ക് ഉണ്ടാക്കും. ഇതിൻ്റെ ഈ മഞ്ഞ ഇല ഇങ്ങനെ വരുന്നത് ഒരു കേടാണ് കേട്ടോ. അതിന് ചെറിയൊരു ഇത് കണ്ടില്ലേ, ആ വെള്ള, അത് ഇതിൻ്റെ ഒരു കേടാണ്. ഉണ്ടെങ്കിൽ നമ്മളെല്ലാം കുറച്ച് ഏതെങ്കിലും കീടനാശിനി തളിച്ച് കൊടുക്കുന്നത് നല്ലതാവും.